പാതിവില തട്ടിപ്പ് പാലക്കാട് ഇരകളുടെ പ്രതിഷേധം. കോട്ടപ്പുറം തോട്ടര IRDC ഓഫീസിന് മുന്നിലാണ് പകുതിവില തട്ടിപ്പിനിരയായ സ്ത്രീകളടക്കം 100ഓളം പേർ പ്രതിഷേധവുമായി എത്തിയത്. IRDC ചെയർമാൻ K. ഉണ്ണികൃഷ്ണൻ മാത്രമാണ് തട്ടിപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിയെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു. പണം ലഭിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടുപടിക്കലും അധ്യാപികയായ ഭാര്യ ജോലി ചെയ്യുന്ന വിദ്യാലയത്തിനു മുന്നിലും സമരം ചെയ്യുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. പാവപ്പെട്ട സ്ത്രീകളെയടക്കം ഉണ്ണികൃഷ്ണൻ വഞ്ചിച്ചുവെന്നാണ് സമരക്കാരുടെ ആരോപണം. കരിമ്പുഴ SBI ബ്രാഞ്ചിൽ പോയി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചപ്പോൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നും ക്രൈംബ്രാഞ്ചിന് കീഴിലുള്ള കേസായതിനാൽ അന്വേഷണ ഏജൻസി പറയാതെ സ്റ്റേറ്റ്മെന്റ് നൽകാൻ കഴിയില്ലെന്നുമാണ് ബാങ്ക് അധികൃതരിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും അവർ പറഞ്ഞു. ഇത് ഇവരിൽ 3 മാസം കാലാവധി പറഞ്ഞിട്ടാണ് ഓരോരുത്തരും പൈസ വാങ്ങിയത്. പൈസ വാങ്ങിയതിന് വ്യക്തമായിട്ട് റെസീറ്റോ തെളിവോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവർക്ക് ഉള്ള അക്കൗണ്ടുകൾക്ക് ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് അടപ്പിച്ചിട്ടുള്ളത്. ഇത് ഇത്രയും കാലമായിട്ടാണ് പിന്നെ ഞങ്ങൾ തട്ടിപ്പാണെന്നുള്ളത് അറിയും. തട്ടിപ്പാണെന്നുള്ളത് അറിയുമ്പോൾ അതിനു മുമ്പ് തന്നെ അവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇത്രയും മാസമായിട്ട് ഈ സാധനങ്ങൾ കിട്ടാത്തത്, എന്നാണ് കിട്ടുക. അപ്പൊ അവർ പറയും 2 ദിവസം കഴിഞ്ഞാൽ എറണാകുളത്ത് മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ, മീറ്റിംഗ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയാണിത് ചെയ്യണമെന്നോ ബാക്കി എന്താണെന്നും അവിടുത്തെ ചെയർമാനോ അല്ലെങ്കിൽ സ്റ്റാഫുകളോ ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. പോലീസ് വന്നപ്പോഴാണ് അറിയണത് ഒരാളെ ഉത്തരവും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവും ഇല്ലാതാണ് ഉണ്ണികൃഷ്ണൻ അവിടെ തുറന്നിട്ടുള്ളതെന്നും വീണ്ടും ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപാടുമായിട്ടാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നതെന്നും ഇതുവരെ കൊടുത്തത് ആക്റ്റീവ വണ്ടിയാണെങ്കിൽ ഇനി അത് സുസൂക്കിക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അനവധി ആളുകളെ കൊണ്ട് അവിടെ ഒപ്പിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത്രേ വീണ്ടും തട്ടിപ്പിന് ഇരയാക്കാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോഴും അവര് IRDC ഓഫീസ് തുറന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.